ഈ ചില ഫിലിംസ് ഒക്കെ നമുക്ക് ഫേവറേറ്റ് ആവാൻ കാരണം ആ ഫിലിം റീവാച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ ആദ്യം കണ്ടപ്പോ ഉണ്ടായിരുന്ന നമ്മളെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്കത് വിശ്വാസം വന്നത് നോട്ട്ബുക്ക് ഞാൻ റീവാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആദ്യം നോട്ട്ബുക്ക് കാണുന്നത്. ഞാൻ ജനിച്ച വർഷമാണ് നോട്ട്ബുക്ക് റിലീസ് ആയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് എന്തോ ആണ് ആദ്യമായിട്ട് നോട്ട്ബുക്ക് കാണുന്നത്. അപ്പൊ ഉണ്ടായിരുന്ന എന്നെ ലൈക്ക് ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഫോർ എവർ ആണെന്ന് വിശ്വസിക്കുന്ന, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന, ഗുഡ് ബൈസ് ഒന്നും ഫോർ എവർ അല്ല എന്ന് വിശ്വസിക്കുന്ന, വേൾഡ് ഇത്ര ക്രൂവൽ ഒന്നും അല്ല, വേൾഡ് ഞാൻ എന്റെ ചുറ്റും കാണുന്ന ഇതൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ പേരൻസ് പഠിക്കാൻ പറയുന്നതോ അല്ലെ കളിക്കാൻ വിടാത്തതോ ഒക്കെയാണ് ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ടൈമിലേക്ക് എന്നെ എപ്പോഴും തിരിച്ചു കൊണ്ടുപോകും നോട്ട്ബുക്ക്. അതാണ് നോട്ട്ബുക്ക് റീവാച്ച് ചെയ്യാൻ എനിക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു റീസൺ. ഇങ്ങനെ ഫീൽ ഗുഡ് ആയി പോയിക്കൊണ്ടിരുന്ന ആ ഫിലിമിന് പെട്ടെന്ന് എല്ലാം ചേഞ്ച് വരുന്നത് ആ ടൂറും ശ്രീദേവി പ്രഗ്നന്റ് ആവുന്നതൊക്കെ കൊണ്ടാണ്. അന്ന് ഞാൻ എന്താ ചിന്തിച്ചിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഇപ്പൊ ആലോചിക്കുമ്പോ അവരെല്ലാവരും പിള്ളേരാ, +2 പഠിക്കുന്ന കുഞ്ഞു പിള്ളേരാ. അവര് പെട്ടെന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഒരു അഡൾട്ട് സിറ്റുവേഷനാ. അഡൾട്ട്സിന് പോലും പ്രഗ്നൻസി പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ അൺപ്ലാൻ പ്രഗ്നൻസി ഒക്കെ ആണെങ്കിലോ പോലും അഡൾട്ട്സിന് പോലും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഇമോഷണലി അല്ലെങ്കിൽ മെച്ചുവർ ആയിട്ട് ഡീൽ ചെയ്യാൻ പാടാണ്. ആ സിറ്റുവേഷനിലാണ് +2 പഠിക്കുന്ന കുറച്ച് പിള്ളേർക്ക് ഈ സിറ്റുവേഷൻ വരുന്നതും അവര് അഡൾട്ട്സിനെ പോലെ ഡിസിഷൻ എടുക്കാൻ നോക്കുന്നതും ഒക്കെ. ആൻഡ് എല്ലാം ഇവർക്ക് എന്താ നടക്കുന്നതെന്നൊക്കെ മനസ്സിലായി വരുമ്പോഴത്തേക്ക് എല്ലാം കയ്യിൽ നിന്നും പോയി. ആൻഡ് അതർ തിങ് ഇസ് ഇതിനകത്തുള്ള ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഭയങ്കര റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ സിനിമയിലുള്ള ഫ്രണ്ട്ഷിപ്സ് പോലെ, അതായത് ഇപ്പൊ ഒരാളെ തല്ലാൻ വരുന്നു, ഇപ്പൊ രക്ഷിക്കാൻ വരുന്നു, അതിന് ശേഷം നീ നാളെ തൊട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനത്തെ സെറ്റപ്പ് ഒന്നല്ല. നമ്മളൊക്കെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പോലെ, നമുക്കും ഫ്രണ്ട്സ് ഉണ്ടായിട്ടുള്ള പോലത്തെ, ലൈക്ക് റൂം ഷെയർ ചെയ്തോണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്നോണ്ട്, അല്ലെങ്കിൽ ഒരേ ഗോസിപ്സ് പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഒരേ ടീച്ചറിനെ ഹേറ്റ് ചെയ്തോണ്ട്, ഒരേ എക്സാമിന് കോപ്പി അടിച്ചോണ്ട്, ഇങ്ങനെയൊക്കെ ആയ ഫ്രണ്ട്ഷിപ്സ്, അതേപോലത്തെ ഫ്രണ്ട്ഷിപ്സ് ആണ് ഈ ഫിലിമില് പിക്ചർ ചെയ്യുന്നത്. ആൻഡ് എവിടൊക്കെയോ നമുക്കും ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്സ് ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഈ ഫിലിമിന്റെ അകത്ത് ഫ്രണ്ട്ഷിപ്സ് ഫീൽ ഭയങ്കര റിയൽ, സിനിമാറ്റിക് ആയി നമുക്ക് തോന്നില്ല, ഭയങ്കര റിയൽ ആയ ഫ്രണ്ട്ഷിപ്പായി നമുക്ക് തോന്നും. സോ ഇതിനകത്തെ ഫ്രണ്ട്ഷിപ്സും ഇതിനകത്തെ ആ സ്കൂൾ ആ ടൈമും ഊട്ടിയുടെ ബാക്ക്ഡ്രോപ്പും എല്ലാം നമുക്കൊരു നൊസ്റ്റാൾജിയ ഫാക്ടർ തരുന്ന. ഇതിന്റെ അകത്ത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ 2 ആൾക്കാരെന്ന് പറയുന്നത്, ഒന്ന് സൂരജും ഒന്ന് സുരേഷ് ഗോപിന്റെ ക്യാരക്ടർ, സാറയുടെ അച്ഛൻ. സോ സൂരജിനെ പറ്റി പറയുകയാണെങ്കിൽ ഹി വാസ് വൺ ഓഫ് മൈ ഏർലി ചൈൽഡ്ഹുഡ് ക്രഷസ്. പുള്ളിയുടെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ കുറെ നാൾക്ക് ശേഷമാണ് അത് വിനീത് ശ്രീനിവാസന്റെ സൗണ്ട് ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ബട്ട് അന്ന് സൂരജ് വാസ്, എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഏജുള്ള എല്ലാവരുടെയും ചെറുപ്പത്തിൽ ഒരു മറ്റേ ചൈൽഡ്ഹുഡ് ക്രഷ് സൂരജ് ആയിരുന്നിരിക്കും. ആൻഡ് സൂരജിന് വന്ന റിഗ്രറ്റ്, അതിനുശേഷം സൂരജ് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. നോട്ട് ബിക്കോസ് ഹി ഹാഡ് ടു ഗോ ത്രൂ ദാറ്റ്, ബട്ട് ബിക്കോസ് അയാളെ വെളുപ്പിക്കാനൊന്നും ആരും നോക്കിയില്ല. അയാൾ പെട്ടെന്ന് എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്നു, എല്ലാം ഓക്കെ ആവുന്നു, അങ്ങനെ ഒന്നും ചെയ്യിച്ചില്ല. ലൈക്ക് ഇങ്ങനെ ഒരു വലിയ ലോസ് വന്നാൽ, അല്ലെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ഒരു പ്രശ്നം പറ്റിപ്പോയാൽ അത് നമ്മുടെ ലൈഫിനെ എങ്ങനെ എഫക്ട് ചെയ്യും, അന്നൊന്നും എനിക്ക് റിഗ്രറ്റ് എന്താന്നോ അല്ലെങ്കിൽ ഈ ഗിൽറ്റ് എന്താന്നോ ഒന്നും അറിയില്ല. പക്ഷെ അതിനെയൊക്കെ എന്റെ കൊച്ചു മനസ്സിലേക്കൊക്കെ ഭയങ്കര നൈസായി പ്ലേസ് ചെയ്ത് തന്ന ഫിലിമാണിത്. സോ ഐ വാസ് ഏബിൾ ടു നോ ദാറ്റ് ലൈക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ വന്നാൽ ഇതൊക്കെ നമ്മളെ അഫക്ട് ചെയ്യും, അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്ട് ചെയ്യാൻ പാകത്തിന് നമ്മളെ അഫക്ട് ചെയ്യുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും വലുതാവുമ്പോ എന്നൊക്കെ പഠിപ്പിച്ചു തന്നത് ഈ സൂരജിന്റെ ക്യാരക്ടർ ഇതാണ്. ആൻഡ് ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ടു സൂരജ്. ലൈക്ക് പുള്ളിക്കാരൻ ഇന്നത്തെ ആൾക്കാരൊക്കെ ചെയ്ത പോലെ ഗോസ്റ്റ് ചെയ്തില്ല. ഹി വാസ് ജെനുവിൻ ഇനഫ് ടു കെയർ. ലൈക്ക് ഇപ്പൊ പൂജയ്ക്ക് ഉണ്ടായ ഇഷ്യൂസ് ആണെങ്കിലും, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയതാണെങ്കിലും, ശ്രീദേവിയുടെ ലോസ് ആണെങ്കിലും ഒക്കെ
ഉണ്ടാവാനുണ്ടായിരുന്ന ഫസ്റ്റ് ഡോമിനോ പുള്ളി ചെയ്തത് സൂരജാണ്. സോ അതൊക്കെ കൊണ്ടാവാം സൂരജിന് റിഗ്രറ്റ് ഉള്ളതും സൂരജ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും. ബട്ട് ഹീ പ്രൂവ്ഡ് ഹിസ് ജെനുവിനിറ്റി. അതിൽ എനിക്ക് എപ്പോഴും സൂരജിന്റെ ക്യാരക്ടറിനോടും സൂരജിന്റെ ക്യാരക്ടറിനെ അങ്ങനെ എഴുതിയ റൈറ്റേഴ്സിനോടും എനിക്ക് ഹ്യൂജ് റെസ്പെക്ട്. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഇസ് സാറാസ് ഫാദർ. സുരേഷ് ഗോപി ക്യാരി ചെയ്തിട്ടുള്ള കേണൽ കഥാപാത്രം. ആൻഡ് സാറ ഒരു വല്യപ്പള്ളി കുട്ടിയാണ്, പക്ഷെ അവക്ക് പോലും അവളുടെ അച്ഛനെ അത്ര അച്ഛനായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നില്ല, അമ്മയായിട്ടിരുന്നു കണക്ഷൻ. അച്ഛനോട് സംസാരിക്കേണ്ടെന്നൊക്കെ ഇവള് എപ്പോഴും പറയുന്നൊക്കെ നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ട്. ബട്ട് അവക്കൊരു സിറ്റുവേഷൻ വന്നപ്പം ഏതൊരു ഡാഡും ബിഹേവ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഐ ഡോണ്ട് സേ ഐ എം നോട്ട് ജനറലൈസിങ് എവറി ഡാഡ് ഷുഡ് ഡു ദിസ്, ബട്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ഡാഡ് ഫിഗർ ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു. ആൻഡ് പുള്ളി കുഡിൻ ടോളറേറ്റ് പുള്ളിയുടെ മോളെ മറ്റേ ഹെഡ് മിസ്റ്റേഴ്സ് ഇങ്ങനെ ചീത്ത പറയുന്നൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഹി വാസ് എ പേഴ്സൺ വിത്ത് മറ്റേ ഈഗോ, പ്രൈഡ് എല്ലാം ഉണ്ടായിരുന്ന ആളായിരുന്നു. ബട്ട് അറ്റ് ദാറ്റ് പോയിന്റ് അയാളുടെ മോക്ക് ഒരു നീഡ് അയാളുടെ നീഡുള്ള സമയത്ത് ഹി ബിക്കെയിം ദ സപ്പോർട്ടിങ്. പുള്ളിക്കാരിനെ പറിച്ചു നട്ട് പുതിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി. ആൻഡ് വി സ്റ്റിൽ സീ ഹിം സപ്പോർട്ടിങ് സേറ. ലൈക്ക് അവളുടെ ഒരു കത്ത് വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് യു ഷുഡ് ഗോ ആൻഡ് ടോക്ക് ടു ഹിം ടോക്ക് ദം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സപ്പോർട്ട് സിസ്റ്റമായി. അല്ലെങ്കിൽ അതായത് സാറനെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു മെയിൻ ഫാക്ടർ ഈ അച്ഛന്റെ സപ്പോർട്ടാണ്. സോ അതർ സൈഡിൽ തകർന്ന് നിൽക്കുന്ന ഒരു അച്ഛനെ നമ്മൾ കാണുന്നുണ്ട്, ഈ സൈഡിൽ മോളുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരു അച്ഛനെ കാണുന്നുണ്ട്. സോ ആ ഒരു അച്ഛൻ ക്യാരക്ടർ എപ്പോഴും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഐ ഡോണ്ട് നോ ഇഫ് ഐ എം മറ്റേ തല്ലുപൊളി കിഡായോണ്ടാണോ അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചായോണ്ടാണോ എനിക്ക് ഇതുപോലത്തെ അച്ഛന്മാരെ ഇഷ്ടമായോണ്ടാണോ ഒന്നും എനിക്കറിയില്ല. ബട്ട് സുരേഷ് ഗോപിന്റെ ആ ക്യാരക്ടർ ആൻഡ് ദ വേ ഹി ഡെഡ് ദ ക്യാരക്ടർ ആൻഡ് ദ വേ ഹി സപ്പോർട്ടഡ് സാറ, അത് എന്നെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത, അല്ലെങ്കിൽ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട്. ഈ ഫിലിം ഞാൻ എന്തുകൊണ്ടാണ് റീവാച്ച് ചെയ്യുന്നതെന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഇത് ജസ്റ്റ് ഒരു സ്കൂൾ ഫിലിം അല്ല. അതിനപ്പുറത്തേക്ക് ഗിൽറ്റിന്റെ, ഗ്രീഫിന്റെ, റിഗ്രറ്റിന്റെ ഒക്കെ എസെൻസ് നമുക്ക് പറഞ്ഞു തരുന്ന, എല്ലാത്തരം ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്റ്റോറി ടെല്ലിങ്ങിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയാണ്. സോ സംടൈംസ് ഞാനിത് റീവാച്ച് ചെയ്യുമ്പോൾ ഇതിലെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ചില സമയത്ത് ഇതിന്റെ ഇന്നസെൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഇമോഷൻസോ ആയിരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ചില സമയത്ത് സൂരജിന്റെ റിഗ്രറ്റും ആ ഇമോഷണൽ ട്രാക്ക് ആയിരിക്കും എന്നെ അഫക്ട് ചെയ്യുന്നത്. ആൻഡ് അഡൽട്ട് ആയിട്ട് ഇത് കാണുമ്പോൾ ദ സ്റ്റോറി ഈസ് മോർ അബൌട്ട് അക്കൗണ്ടബിലിറ്റി, ഫോർഗിവ്നെസ്, ഹു ഓൾ സ്റ്റേഡ് വിത്ത് യു. അതായത് നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ മാത്രമല്ല, ലൈക്ക് ലൈഫ് ഫീൽ ഹാർഡ് അല്ലെങ്കിൽ എല്ലാം ഫോൾ അപ്പാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടായിരിക്കോ, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് തരുന്ന ഒരു ഫിലിമാണ് നോട്ട്ബുക്ക്. ആൻഡ് ലൂസിങ് സമ്മൺ, അവരുടെ ആബ്സെൻസ്, അതൊന്നും അന്ന് എനിക്ക് എത്ര ഭീകരമാണെന്ന് അറിയില്ലായിരുന്നു. ആൻഡ് നൗ ഐ അണ്ടർസ്റ്റുഡ്, ഐ മീൻ നൗ ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദ ഗ്രീഫ്, ആ ഫീലിംഗ് എന്താന്ന്, ദ റിഗ്രറ്റ് എന്താന്ന്. ആൻഡ് അതുകൊണ്ടൊക്കെയാണ് എനിക്ക് നോട്ട്ബുക്ക് ഭയങ്കര പേഴ്സണലായി തോന്നുന്നതും. ആൻഡ് ഐ ഓൾവേസ് കീപ് റീവാച്ചിങ് ഇറ്റ്. നിങ്ങൾക്കും ഇങ്ങനെ ഒരു റീവാച്ച് ഫിലിം ഉണ്ടെങ്കിൽ ഡു കമന്റ്, ലെറ്റ്സ് ഡു എ വീഡിയോ ഓൺ ദം. ബൈ.